കച്ചവടക്കാരൊക്കെ വന്ന് അവർ കാര്യം ഇവിടെ ഒരു ചുരിയൊക്കെ ഇവിടെ കറക്കല. അപ്പോൾ അവിടെ ഇറങ്ങി ഇറങ്ങുന്നിടത്തൊരു വല്ല കുയ്യ ഇറങ്ങി ഒന്ന് കറങ്ങി കഴിഞ്ഞാൽ കരയാണ്. ആ കര ഇങ്ങോട്ട് വരുന്ന കരയാണ്. ഇവിടെ അവിടെ കരയാണ്. വെള്ളം വരുന്നത് താഴുക ജീവിക്കാൻ അങ്ങനെ 8 പേര് പോകാം. ഇത്ര നേരം പേടിയില്ലായിരുന്നു. ആറ്റമ്പി തന്നെ താമസിക്കുന്നവരാ. അതില് ഒരാള് വെള്ളത്തിൽ പോയി, ഒരാൾ അളിയൻ വെള്ളത്തിൽ പോയി. ഇപ്പം അളിയനെയും കൊണ്ട് മറ്റേ അളിയനെ ഇതല്ലേ ഇതുപോലെ തീരത്ത് താമസിക്കുന്നത്. ഇതിന്റെ പറഞ്ഞ ഇത്ര ജംഗ്ഷൻ തന്നെ താമസിക്കുന്നത്. പറഞ്ഞു വലിയ കാര്യം അവർക്കറിയാം. എന്നാലും സമയം അതാ. എന്നാലും അവിടെ നമ്മളൊന്ന് നീന്തറിയാനെ ഒന്ന് മുങ്ങി നീങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും വെള്ളമുള്ളൂ. അവിടെ മണപ്പുറം ഇത് കറങ്ങി വന്ന അവിടെ മണലാ. ഈ ഇറങ്ങുന്നിടത്ത് ഇതുള്ളതുകൊണ്ടാണ് അവിടെ അത് ഈ കെട്ട് നിൽക്കുന്നുണ്ടോ. ഇത് ഇടിച്ചു കളയാൻ ഉത്തരവാദിത്തങ്ങളുണ്ട് പറയുന്നുണ്ട്. പക്ഷെ അത് ഇടിച്ചു കളയാമെങ്കിൽ ഇതുപോലും മണലാവും. ഇതെന്തിനാ ശരിക്കും ഇത് കെട്ടി വെച്ചേക്കുന്നത്? ഇത് കെട്ടിയെന്ന് പറഞ്ഞാൽ മണപ്പുറം വേണം. അവിടെ കൺവെൻഷൻ നടക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി മണപ്പുറത്തിന് വേണ്ടി കെട്ടിയതാണ്. കെട്ടിക്കഴിഞ്ഞപ്പം അവിടെ ചള്ളയായി പുല്ലായി. മറ്റേ മണലായിരുന്നു, പൂഴിമണ്ണായിരുന്നു കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി. ഇത് വെട്ടി കളയാനൊക്കെ ഈ പിന്നെ കളക്ടറേറ്റ് എന്നൊക്കെ ഓർഡർ വന്നാൽ ഒരേ ഇടിക്കായിട്ടിരിക്കുക. പിന്നെ ഇപ്പോൾ വെള്ളം പോകുമ്പോൾ കുറച്ച് ഇടിക്കുന്നു പോവാം. പഴയ കെട്ടൊക്കെ നല്ല ഉറപ്പാണ്. ഇത് കപ്പി കെട്ട് പഴയ കാലത്തെ കെട്ട അതുകൊണ്ട് ഇത് കിടക്കുന്നത്.